ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി ആണ്. ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലെ പൊതുവിവരങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറയാനുള്ളത് ബയോളജി എന്താണ് എന്ന് പറയണം. ജീവശാസ്ത്രം, ജീവനുള്ള വസ്തുക്കളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് ജീവശാസ്ത്രം. ഇതിന്റെ പിതാവ് എന്ന് പറയുന്നത്, ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. ബയോളജി എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ലാമാർക്ക് ആണ്. ബയോളജി എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? ലാമാർക്ക്. ഈ ജീവശാസ്ത്രത്തെ പ്രധാനമായും രണ്ടായി തിരിക്കുന്നു. ജന്തുശാസ്ത്രം അല്ലെങ്കിൽ സുവോളജി എന്നും സസ്യശാസ്ത്രം അല്ലെങ്കിൽ ബോട്ടണി എന്നും. ഇതിൽ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് തന്നെയാണ് ജന്തുശാസ്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. എന്നാൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ്. ഇനി നമുക്കിതിൽ പറയാനുള്ളത് കോശങ്ങളെ കുറിച്ചാണ്. ജീവികളുടെ ഘടനാപരമായതും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഒറ്റമുറി എന്ന അർത്ഥമുള്ള ലാറ്റിൻ പദമാണ് സെൽ. അതിൽ നിന്നാണ് സെൽ എന്ന പദം രൂപം കൊണ്ടത്. ഒരു അറ എന്നാണ് പറയുന്നത്. നമ്മൾ ജയിലിലെ സെൽ എന്ന് പറയും. കോളങ്ങൾ വരയ്ക്കുമ്പോൾ അതിൽ കണ്ണികൾ അറ എന്ന് പറയും. അപ്പം ഈ പദത്തിൽ നിന്നാണ് സെൽ എന്ന പദം നമ്മൾ എടുത്തിരിക്കുന്നത്, ഇംഗ്ലീഷിൽ എടുത്തിരിക്കുന്നത്, ലാറ്റിൻ പദത്തിൽ നിന്ന്. ഇനി ഈ കോശങ്ങളെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത് സൈറ്റോളജി എന്നാണ്. കോശങ്ങളെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി എന്താണ് കോശ സിദ്ധാന്തം? എല്ലാ ജീവശരീരങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. നിലവിലുള്ള ഒരു കോശത്തിൽ നിന്ന് മാത്രമേ മറ്റൊരു കോശം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. ഇതാണ് കോശ സിദ്ധാന്തം. അപ്പോൾ ഈ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സ്ലീഡനും തിയോഡർഷാനും ആണ്. സ്ലീഡൻ, തിയോഡർഷാൻ എന്നിവരാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. എന്താണ് കോശ സിദ്ധാന്തം? എല്ലാ ജീവശരീരങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. നിലവിലുള്ള ഒരു കോശത്തിൽ നിന്ന് മാത്രമേ മറ്റൊരു കോശം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. ഇതാണ് കോശ സിദ്ധാന്തം. ഇനി അടുത്തത്, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള ആദ്യ ശാസ്ത്രീയ ഗ്രന്ഥം ഏതാണ്? മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണ്? ദ ഹ്യൂമനി കോർപ്പോറിസ് ഫാബ്രിക്ക. ആൻഡ്രിയാസ് വെസേലിയസ് ആണ് രചിച്ചത്. ആൻഡ്രിയാസ് വെസേലിയസ്. ദ ഹ്യൂമനി കോർപ്പോറിക് ഫാബ്രിക്ക എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇനി പറയാനുള്ളത്, വൈറസുകൾക്ക് കോശ സിദ്ധാന്തം ബാധകമല്ല. വൈറസുകൾക്ക് കോശ സിദ്ധാന്തം ബാധകമല്ല. ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് നമ്മൾ ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് നമ്മൾ ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. അവ സ്വതന്ത്രങ്ങളായി കാണപ്പെടുന്നവയാണ്. സ്വതന്ത്രങ്ങളായി കാണപ്പെടുന്നതാണ് ഏകകോശ ജീവികൾ. ജീവനാധാരമായ ധർമ്മങ്ങളാണ് ഇത് നിർവഹിക്കുന്നത്. ജീവന് ആധാരമായ ധർമ്മങ്ങൾ, ജീവൻ നിലനിർത്തുന്നതിനുള്ള ധർമ്മങ്ങളാണ് ഇത് നിർവഹിക്കുന്നത്. ഇപ്പം ബാക്ടീരിയ, അമീബ, പാരമീസിയം, യൂഗ്ലിന ഇതൊക്കെ ഏകകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ഏറ്റവും വലിയ കോശം, ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ് എന്ന് ചോദിക്കും. അത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. ഒട്ടകപ്പക്ഷിയുടെ മുട്ട കണ്ടിട്ടുണ്ടോ? വളരെ വലുതല്ലേ? വലിയ പക്ഷിയുടെ മുട്ടയാണ്. അപ്പം ഇത് ഒരു സെല്ലാണ്. ഒരു മുട്ട എന്ന് പറയുന്നത് ഒരു സെല്ലാണ്. ഏകകോശ ആണ് അത്.
എന്നാൽ ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മ എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും ചെറിയ കോശത്തെ മൈക്കോപ്ലാസ്മ എന്നാണ് അറിയപ്പെടുന്നത്. പ്ലൂറോന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നാണിത് അറിയപ്പെടുന്നത്, മൈക്കോപ്ലാസ്മയെ അറിയപ്പെടുന്നത്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണെന്ന് ചോദിക്കും. അത് അണ്ഡം ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡവും ഏറ്റവും ചെറിയ കോശം പുൻബീജങ്ങളുമാണ്, പുരുഷബീജങ്ങളുമാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ് എന്ന് ചോദിക്കും. നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ ആണ്. അപ്പൊ നാഡീകോശത്തെ അല്ലെങ്കിൽ ന്യൂറോണിനെയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമെന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും ജീവദൈർഘ്യമുള്ള, ആയുർദൈർഘ്യമുള്ള കോശം അത് ഏതാണെന്ന് ചോദിക്കും. അത് ന്യൂറോൺ ആണ്. ഏറ്റവും കൂടുതൽ കാലം ശരീരത്തിൽ നിലകൊള്ളുന്ന കോശം എന്ന് പറയുന്നത് ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം ആണ്. ഇനി അവസാനമായിട്ട് ബാക്ടീരിയകളെ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങളുണ്ട്. അതിനെ ഫാഗോസൈറ്റുകൾ എന്നാണ് പറയുന്നത്. ബാക്ടീരിയ പോലുള്ള ജീവികളെ ഭക്ഷിക്കാൻ, ദഹിപ്പിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.